തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപേ സീറ്റ് വിഭജനം പൂർത്തിയാക്കി കോഴിക്കോട്ടെ UDF തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമെന്നും DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ മീഡിയ വണിനോട് പറഞ്ഞു. കോർപ്പറേഷനിലടക്കം സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറ്റുമെന്നും K പ്രവീൺകുമാർ മീഡിയ വണിനോട് പറഞ്ഞു. കോൺഗ്രസിനെ കുറിച്ച് പതിവായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പോലും സ്ഥാനാർത്ഥി നിർണ്ണയം അല്ലെങ്കിൽ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ വൈകിക്കൊണ്ടു പോകുന്ന ഒരു പാർട്ടി എന്നുള്ളതാണ്. ആ ഒരു ചിത്രം ഇത്തവണ മാറുകയാണ്. തിരുവനന്തപുരത്തിന്റെ ഫലങ്ങൾ വന്നു കഴിഞ്ഞു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പൂർണ്ണമായും സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുന്നു. കോർപ്പറേഷന്റെ സീറ്റ് വിഭജനവും അടുത്ത ദിവസങ്ങളിൽ പൂർത്തിയാവും. DC പ്രസിഡന്റ് K പ്രവീൺകുമാർ നമ്മളോട് ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ സീറ്റ് വിഭജനം പൂർത്തിയായി. നോട്ടിഫിക്കേഷൻ വരുന്നതോടൊപ്പം സ്ഥാനാർത്ഥിയും പ്രഖ്യാപിക്കുന്ന ശ്രമത്തിലാണ് കോൺഗ്രസ്. ജില്ലാ പഞ്ചായത്തിൻ്റെ സീറ്റ് വിഭജനം പൂർത്തിയായി. ഇനി ആരൊക്കെ സ്ഥാനാർത്ഥികൾ ജില്ലാ കോർ കമ്മിറ്റി കൂടി ഞങ്ങൾ തീരുമാനിച്ചു. ഏതായാലും ഒരു 3 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന പ്രതീക്ഷ. ഈ ഒരു സീറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. കോർപ്പറേഷനിലും കൂടുന്നുണ്ട്, പിന്നെ ജില്ലാ പഞ്ചായത്തിലും വർദ്ധിച്ചിട്ടുണ്ട്. അതിലൊരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഏറ്റെടുക്കുന്നതിലോ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളെല്ലാം ഒരു പാർട്ടി പോലെ പ്രവർത്തിക്കുന്നില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് ലീഗും ഈ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ പോലെയാണ്. ഞങ്ങൾ നല്ല സൗഹാർദ്ദപരമായ ചർച്ച നടത്തി വർദ്ധിച്ച സീറ്റാണ് ഞങ്ങൾ ആരംഭിച്ച് കൊടുത്തിരിക്കുന്നത്. ആരംഭിക സീറ്റ് കൊടുത്തു. അതിലൊന്നും ഒരു തർക്കവുമില്ല. ഇനി ഞങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത് മുന്നണിയിലെ ഘടകകക്ഷിയെ പോലെയല്ല, ഒരു പാർട്ടിയെ പോലെയാണ്. ജില്ലാ പഞ്ചായത്തിലാണെങ്കിൽ ഇപ്പോൾ 27-18 LDF-ആണ്. കോർപ്പറേഷനിലാണെങ്കിൽ 75-50-ആണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഏതൊരു രീതിയിലേക്കാണ് കൊണ്ടുപോകാൻ UDF ആഗ്രഹിക്കുന്നത്? ഇത്തവണ ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും UDF പിടിക്കും. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനും 4.5 പതിറ്റാണ്ട് കാലത്ത് മേയറും UDF-ൻ്റെതായി ഇത്തവണ ഉണ്ടാവും. എന്ത് ഘടകങ്ങളാണ് താങ്കൾക്ക് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു അർത്ഥത്തിൽ? ഒരുപാട് ഘടകങ്ങളുണ്ട്. കാരണം ഒന്ന്, സംസ്ഥാന സർക്കാരിനെതിരെയുള്ള അതിശക്തമായ വികാരം. അതുമാത്രവുമല്ല, ഈ സ്ഥാപനങ്ങളൊക്കെ അഴിമതി. കോഴിക്കോട് നഗരസഭയാണെങ്കിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ CPM-ൻ്റെ ATM കൗണ്ടറായി മാറിയിരിക്കുകയാണ്. CPM-ന് അഴിമതി നടത്താനുള്ള ഹബ്ബാണ്. ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഒരു ചിരപുരാതന നഗരമാണ് ഈ നാട്. ഒരു വികസനമില്ല. 4.5 പതിറ്റാണ്ട് കാലമായി ഈ നഗരം ഭരിച്ചു മുടിച്ചു തകർത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ വികസനമില്ല. ഒരു സ്വയം പര്യാപ്തമായ നഗരമാണ് UDF ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത്. 2010-ലാണ് ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം വളരെയധികം കുറഞ്ഞു പോയി. ഇത്തവണ എങ്ങനെ? 70 പഞ്ചായത്തുകളാണ് ഈ ജില്ലയിലുള്ളത്. 70 പിടിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു സംശയവും വേണ്ട, ആകെയുള്ള പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകൾ ഭരിക്കാൻ പോകുന്നത് ഇത്തവണ UDF ആയിരിക്കും. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്ത് വിമതർ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തവണ മുന്നൊരുക്കം ഉണ്ടായിരുന്നു. അല്ല, അതിനൊക്കെ കൃത്യമായ മുന്നൊരുക്കമുണ്ട്. പാർട്ടി എല്ലാ ഘടകങ്ങളുമായി നേതാക്കളും പ്രവർത്തകരും ബന്ധങ്ങൾ പ്രഖ്യാപിക്കുക. പിന്നെ ഒരു വലിയ വിശാല ജനത പാർട്ടിയാണ്.